കവിയും ഗാനരചയിതാവും അധ്യാപകനുമായ ശ്രീ ONV കുറുപ്പിന്റെ കൊച്ചുമകളാണ് ഗായിക അപർണ രാജീവ്. ആസ്വാദകർ ഹൃദയങ്ങളിൽ സംഗീത തരംഗം ഉയർത്തിയ ചലച്ചിത്ര പിന്നണി ഗായിക അപർണ രാജീവാണ് സിനിഗ്രാമിൽ നിന്ന് നമ്മളുടെ അതിഥിയായി എത്തുന്നത്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമായി. പുതിയ സംഗീത സംവിധായകർ അവരുമായിട്ട് പാടുമ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് പാടാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഒരു ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദേവരാജൻ മാഷ് ഉൾപ്പെടെ, പക്ഷേ ദേവരാജൻ അപ്പൂപ്പൻ്റെ അവസാനത്തും ചെയ്തൊരു ആൽബത്തിൽ എനിക്ക് പാടാൻ പറ്റി, ഗുരുദീപം എന്നുള്ള. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാടി, MG രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതത്തിൽ പാടി, പിന്നെ അർജുന മാഷിൻ്റെ നാടകം, ഈ KPSCയുടെ ഒക്കെ നാടകങ്ങൾക്കൊക്കെ ഒരുപാട് അദ്ദേഹം ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഔസേപ്പച്ചൻ സാർ, MG ജയചന്ദ്രൻ ചേട്ടൻ, ബിജു ബാലേട്ടൻ, രാഹുൽ രാജ്, അങ്ങനെയുള്ളവരും, പിന്നെ ഇപ്പോഴത്തെ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പൊ രഞ്ജൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു എല്ലാവരുടെയും കൂടെ ഒരു അങ്ങനെ ഒരു കംഫർട്ടബിൾ അല്ലാതെ ഒരു സിറ്റുവേഷൻ ഒരു മ്യൂസിക് ഡയറക്ടറോട് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ പാട്ട് ഏതാണ്? ആദ്യമായിട്ട് പാടിയ പാട്ടിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പുന്നല്ലിൻ കതിരോല ആണ് എൻ്റെ ആദ്യത്തെ പാട്ട്. അപ്പോൾ അത് മുത്തശ്ശന്റെ വരികളാണ്, വിദ്യാസാഗർ സാറിന്റെ സംഗീതമായിരുന്നു. ആ പാട്ട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, കാരണം അതെന്റെ ആദ്യത്തെ പാട്ടാണ്. പിന്നെ ഒരുപാട് പേര് എന്നെ ഭയങ്കര ഹിറ്റായിരുന്നു. അതെ, അത് കുറെ പേർക്ക് ഇപ്പോഴും എന്നോട്, ഞാനിപ്പോ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അതൊന്ന് പാടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു സിംഗർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അത് കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പൊ 20 വർഷമായി ആ പാട്ട് ഇറങ്ങിയിട്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയ ഒരു അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും വലിയൊരു നമുക്കൊരു അച്ചീവ്മെന്റ് ആണ്. 2005 എൻ്റെ ആദ്യത്തെ പാട്ട് ഇറങ്ങണത്. കുട്ടിയാകുമ്പോൾ ശരിക്കും ഈ പാട്ടിന്റെ ഫീൽഡിൽ വന്നതാണ്. 13 വയസ്സിൽ ടി വിയിൽ അവതരിപ്പിക്കാൻ, മകരിസ എന്നുള്ള പ്രോഗ്രാമിലാണ് ആങ്കർ ആയിട്ട് വരുന്നത്. അതിനു മുമ്പ് വോയിസ് ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആദ്യത്തെ റിയാലിറ്റി പരിപാടിയാണ്. അതിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിരുന്നു. അതിൽ ഫൈനൽ വരെയൊക്കെ എത്തി. അത് കണ്ടിട്ടാണ് ഈ പരിപാടിയിലേക്ക് വിളിക്കണേ. അപ്പോൾ അത് പിന്നെ ഗന്ധർവ സന്ധ്യ എന്നുള്ള കൈരളിയിലെ പരിപാടിയും G വേണുഗോപാൽ അങ്കിളിന്റെ കൂടെ ആങ്കർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു 2-3 വർഷം. അപ്പൊ അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എനിക്കുള്ള അവസരം കിട്ടുന്നത്. ആദ്യമായി പാടിയ പാട്ട് പുന്നല്ലിൻ കതിരോല, അതിന്റെ ഒരു 4 വരി ഒന്ന് തീർച്ചയായിട്ടും പാടാം. പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ, പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ, എന്നിനെ 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 പോകുന്ന എന്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ, പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ. മനോഹരം. താങ്ക് യു. ഇത് ആദ്യമായിട്ട് പാടുന്ന സമയത്ത്, ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാനപ്പോ 12th പഠിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ബോർഡ് എക്സാം തൊട്ട് മുമ്പുള്ള, അപ്പൊ അതിന് ഈ ബുക്കൊക്കെ ആയിട്ട് അതിന്റെ ടെൻഷൻ ഒരു സ്ഥലത്ത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വളരെ വിചാരിക്കാതെ വന്നൊരു അവസരമാണ്. രാജീവ് അഞ്ചൽ അങ്കിളാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ അങ്കിള് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു അടുപ്പുണ്ട്. അപ്പൊ അങ്കിളുടെ സിനിമയായിരുന്നു മെയ്ഡ് ഇൻ USA. അപ്പൊ അതില് മുത്തശ്ശനാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത്.
അപ്പൊ അങ്കിൾ ഇങ്ങനെ, ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മയുടെ നാട് എറണാകുളമാണ്. അപ്പൊ അവിടെ വളഞ്ഞമ്പലം അമ്പലത്തില് എൻ്റെ ഭജൻ കോൺസേർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതായിട്ട് ഞാൻ അവിടെ എറണാകുളത്ത് കോൺസേർട്ടിന്റെ സമയത്ത് നിൽക്കുന്ന അതിനുവേണ്ടി പോയ സമയമാണ്. അപ്പോൾ അന്നൊന്നും മൊബൈൽ ഇല്ലല്ലോ, ലാൻഡ് ലൈനിലേക്ക്. അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്കിള് എറണാകുളത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഇങ്ങനെ മുത്തശ്ശനാണ് എഴുതുന്നത് പാട്ട്. അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഇപ്പൊ മുത്തശ്ശൻ ഏതൊക്കെ എഴുതുന്നൊന്നും നമ്മൾ അങ്ങനെ പറയില്ലല്ലോ മുത്തശ്ശൻ അതിരുന്നിട്ട്. അപ്പൊ വിദ്യാസാഗർ സാറാണ് സംഗീതം. അപ്പൊ ഒന്ന് നോക്കാം, നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം, സാറിന്റെ മുമ്പിൽ എന്തായാലും കൊണ്ട് എത്തിക്കാം, വോയിസ് ടെസ്റ്റ് വരെ എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിന്റെ കയ്യിലാണ്, നമുക്ക് എന്തായാലും അങ്ങനെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വോയിസ് ടെസ്റ്റിന് വേണ്ടി ചെന്നൈയിൽ പോയി. അപ്പോൾ സാർ അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ റെക്കോർഡിംഗ് ഒക്കെ. അപ്പൊ അതൊരു ശരിക്കൊരു നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. രാത്രിയായിരുന്നു റെക്കോർഡിംഗ്. ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. ലൈവ് റെക്കോർഡിംഗ് വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയല്ല, സാധാരണ ഇപ്പത്തെ റെക്കോർഡിംഗ് രീതി തന്നെ. ട്രാക്ക് ഒക്കെ റെഡി ആയിരുന്നു. അപ്പൊ അത് സാർ അവിടെ ഇരുന്നിട്ട് ഹാർമോണിയത്തിന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരും, പാടി. അപ്പൊ അങ്ങനെ ഞാൻ ആ കൺസോളിൽ അത് കേട്ടിട്ട് അങ്ങനെ പാടുമായിരുന്നു. 2005-ലാണ്. അതിലെ എല്ലാ പാട്ടുകളും എല്ലാം നല്ല പാട്ടുകളായിരുന്നു. അതെ, നല്ലൊരു സിനിമയായിരുന്നു. മാധവന്റെ ആദ്യത്തെ മലയാളം മാധവനാണ് അതിനകത്ത്. പിന്നെ കാവേരി ഉണ്ട്. അപ്പൊ ഈ പാട്ട് സീൻ ശരിക്കും കാവേരി കുട്ടിയാകുമ്പോഴുള്ള ഉണ്ട് ഈ പാട്ടിന്റെ സീൻസില്, ഈ പുന്നലിൻ കതിരോലയുടെ കാവേരിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതും. അപ്പൊ ശരിക്കും ഇത് മുമ്പ് രാജീവ് അങ്കിള് മുമ്പ് ചെയ്ത ഒരു ഡോക്യുമെന്ററിയുടെ വിഷ്വൽസ് ഉണ്ട് ഇതിനകത്ത്. ആ വിഷ്വൽസ് ഈ പാട്ടിലേക്ക് എടുത്തു. അപ്പൊ കാവേരിയാണ് ആ ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ എന്നോട് ചിലര് ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ ഇപ്പൊ നിങ്ങൾ എത്ര വർഷമായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. കാരണം കാവേരി അതിനകത്ത് കുട്ടിയാണ്, കാവേരി വലുതായിട്ട് സിനിമയിലുണ്ട്. അതെ, ചില സിനിമകളൊക്കെ അങ്ങനെ വന്ന് പിന്നെ അതൊരു വളരെ ഒരു അത് അങ്കിള് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശൻ ആ ഡോക്യുമെന്ററിയിലെ വിഷ്വൽസ് ഒന്നും കാണാതെ എഴുതിയൊരു പാട്ടാണ്. പക്ഷെ ആ പാട്ടിന്റെ വരികളും ആ അങ്കിൾ എടുത്തിട്ടുള്ള വിഷ്വൽസ് എല്ലാം ഭയങ്കര ചില സിനിമകളൊക്കെ അങ്ങനെയാണ്, കാണാതെ എഴുതുന്നതൊക്കെ ഒരു മാജിക്കാണ് അത്. ഗായിക എന്ന നിലയിൽ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് അംഗീകാരം കിട്ടിയത്? ആദ്യമായിട്ട് എനിക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് മഞ്ജുതിരശ്രീ എന്നുള്ള പാട്ടിനാണ്. മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയായിരുന്നു അത്. ഇതേപോലെ അത് എന്തുകൊണ്ടും എനിക്ക് എല്ലാ രീതിയിലും ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു പാട്ടാണ്. കാരണം മുത്തശ്ശനും ദക്ഷിണാമൂർത്തി സ്വാമിയും കൂടി ചേർന്ന് ഒരുക്കിയ പാട്ടുകളാണ് അതിനകത്ത്. അപ്പൊ അവരൊരു 20 വർഷം കഴിഞ്ഞ് സ്വാമി തിരിച്ച് സിനിമയിലേക്ക് വന്നപ്പോ ചെയ്ത സിനിമയാണ് മിഴികൾ സാക്ഷി. അപ്പൊ അത് സുകുമാരി അമ്മയും ലാലേട്ടനൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. വിനീത് ചേട്ടനുണ്ട്. അപ്പൊ ഈ പാട്ട് സീൻ എന്ന് പറയുന്നത് സുകുമാരി അമ്മയുടെ ഡാൻസ് ആണ്. സുകുമാരി അമ്മ വിനീതേട്ടനൊക്കെ കൂടിയുള്ള നല്ല മനോഹരമായിട്ടുള്ള പിക്ചറൈസേഷൻ ആണ്. ഈ പാട്ടിനാണ് ആദ്യമായിട്ട് എനിക്കൊരു ഫിലിം ക്രിറ്റിക്സ് അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അതിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫിലിം ഫെയർ അതിന്റെ ഫൈനൽ വരെയൊക്കെ വന്നിരുന്നു. അതാണ് ആദ്യമായിട്ട് ഒരു അവാർഡ് എനിക്ക് കിട്ടുന്ന പാട്ട്. അതാണ്. അത് മാത്രമല്ല അതിനുശേഷം കിട്ടിയിട്ടുള്ളത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് അർജുന മാഷിന്റെ പാട്ടിന് വേണ്ടിയാണ്, KPSCയുടെ പാട്ടിനായിരുന്നു. KPSCയുടെ നാടകങ്ങൾക്ക് വേണ്ടിയുള്ളതിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. പിന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടാമത് കിട്ടി 2021. അത് തുരുത്ത് എന്നുള്ള സിനിമയായിരുന്നു. അത് അച്ഛനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര സ്പെഷ്യലാണ്, അച്ഛൻ മ്യൂസിക് ചെയ്തിട്ട് ഒരു പഴയ പാട്ടിന് ഒരു അവാർഡ് കിട്ടാന്നുള്ള. പിന്നെ ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് തീരത്തോടും തീരം മേലെ എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. അങ്ങനെയാ തുരുത്ത് എന്നുള്ള സിനിമയില്. ക്ലാസിക്കൽ അല്ല, അതൊരു വളരെ സങ്കടമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സിനിമയില്. അപ്പൊ അങ്ങനെ ഒരു പാത്തോസ് ആ ഒരു രീതിയിലുള്ള അങ്ങനത്തെ ഒരു പാട്ടാണത്. പിന്നെ കിട്ടിയിട്ടുള്ളത് സത്യജിത്രി ഫിലിം സൊസൈറ്റിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കലാമണ്ഡലം കല്യാണി കുട്ടിയമ്മ ഫൗണ്ടേഷൻ, അങ്ങനെ കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അച്ഛനും മകളും കൂടിയിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞു, അതിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അച്ഛനും മുത്തച്ഛനും പിന്നെ അപർണ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു പാട്ട്. അതെ, വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ. അതെ, അത് അങ്ങനെ 2 സിനിമകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. കളപ്പമഴ എന്നുള്ള സിനിമയും മൺസൂൺ, അങ്ങനെ 2 സിനിമ. അപ്പൊ അതിലേതെങ്കിലും ഒരു സിനിമയിലെ ഒരു പാട്ട് ഞാൻ മൺസൂൺ എന്നുള്ള സിനിമയില് അന്നം ചിഹ്നം പെയ്തു മഴ പെയ്തു വെണ്ണിൻ കണ്ണീർ തുള്ളികളാലൊരു മറനേതു എന്റെ സൂര്യനതിന്നു പിന്നിൽ എന്തേ മറഞ്ഞു നിൽപ്പൂ
മനോഹരമായിരിക്കും. താങ്ക് യു. നിങ്ങൾ 3 പേരും കൂടിയിട്ട് ആ ഒരു കോമ്പിനേഷനിൽ അതൊരു എനിക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അങ്ങനെ പാടാൻ പറ്റുന്നത്. 2 സിനിമ ഉണ്ടായിരുന്നു. 2 സിനിമ ഉണ്ടായിരുന്നു. കളഭമഴ എന്നുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ അതാണ് ആദ്യം വന്നത്. പിന്നെ ഈ മൺസൂൺ ആണ് പിന്നെ വന്നത്. പിന്നീട് വന്നത്. എനിക്ക് ഈ പാട്ടുകളൊക്കെ പാട്ടുകൾ അത്യാവശ്യം ആൾക്കാർക്ക് ആ സമയത്ത് നല്ല റെസ്പോൺസ് ഒക്കെ വന്നിരുന്നു പാട്ടുകൾ. അച്ഛൻ സംഗീത സംവിധാനം ചെയ്താണ് തുരുത്ത് എന്ന അതിന് അവാർഡും കിട്ടിയിരുന്നു. അതിന് രണ്ടാമത് എനിക്ക് ക്രിട്ടിക്സ് അവാർഡും പിന്നെ ആദ്യമായിട്ട് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും ആ പാട്ടിന് കിട്ടി. അതെ, അതിലത്തെ ഒരു 2 വരി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും. അതൊരു വലിയ സന്തോഷമാണ്, നമുക്കൊരു അഭിമാനമാണ് അച്ഛന്റെ പാട്ടിന് കിട്ടുന്നത്. തിരതൊടും തീരം മേലെ അലതല്ലും നോവും പേരെ അണയുന്നു തോണി കനിവിനായി, അണയുന്നു തോണി കനിവിനായി, മനമൊരുകും കഥനക്കാറ്റിൽ തുഴയിടറിയ കൈകളുമായി ഒരു സാന്ത്വനത്തിൻ കുളിരിനായി, ഒരു സാന്ത്വനത്തിൻ കുളിരിനായി. ഒരു വളരെ സങ്കടമായിട്ടുള്ള ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണല്ലോ. ഇത്രയും നന്നായി കമ്പോസ് ചെയ്യുന്ന ഒരാൾ പിന്നെ എന്താണ് കൂടുതലൊന്നും വേദിയിലൊന്നും കാണാറില്ല? എങ്ങനെ? അച്ഛൻ റെയിൽവേസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് റിട്ടയർ ചെയ്തു. അച്ഛൻ മ്യൂസിക് കമ്പോസിങ് ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പല വലിയ ഇപ്പൊ മനോരമയുടെ ആണെങ്കിലും അങ്ങനെ പല ലേബിൾസിലൊക്കെ അച്ഛൻ ആൽബംസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മുത്തശ്ശന്റെ തന്നെ കവിതകളും എടുത്ത് പാട്ടുകളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൽബംസ് ആയിട്ട് കുറെ ചെയ്തിട്ടുണ്ട്. ശരിക്കും മുത്തശ്ശൻ തന്നെയാണ് ആ ഒരു അച്ഛനെ കമ്പോസിങ്ങിലേക്ക്, അച്ഛനത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് അങ്ങനെ. ഇപ്പൊ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കവിത കോമ്പറ്റീഷനൊക്കെ പോവായിരുന്നു. അപ്പൊ ഈ കവിതകൾക്ക് അച്ഛൻ മിക്കവാറും അച്ഛനായിരിക്കും അത് സംഗീതം ചെയ്ത് തരുന്നത്, പാടാനുള്ള കവിത, ചൊല്ലാനുള്ള കവിത. അപ്പോ അത് മുത്തശ്ശനാണ് അത് അങ്ങനെ അച്ഛനെ കൊണ്ട് ആദ്യം കൊടുക്കുന്നത്. കവിത എടുത്തിട്ട് ഇത് അവൾക്കൊന്ന് സംഗീതം ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അച്ഛന് ആദ്യം അങ്ങനെ ഏൽപ്പിച്ചപ്പോ അച്ഛന് ആദ്യം ഇത് എനിക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നും അച്ഛൻ പറയും. മുത്തശ്ശൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, ചെയ്യാൻ പറ്റൂ ഇല്ലെന്നൊന്നും ചോദിച്ചില്ല, അത് എടുത്തിട്ട് ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ അതൊരു ചാലഞ്ചായിട്ട് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്തു. അപ്പൊ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ആൽബംസ് ചെയ്തു, പിന്നെ സിനിമകള് 3-4 എണ്ണം ചെയ്തിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ ഒരു ആരോടും ചാൻസ് അങ്ങനെ ഒരു അങ്ങനത്തെ നേച്ചറല്ല. പൊതുവേദികളിലൊക്കെ വരാറുണ്ട്. അതുണ്ട്. അച്ഛൻ ഇപ്പൊ പല ഇപ്പൊ ഓരോരോ മീറ്റിംഗ്സും ഇപ്പൊ മുത്തശ്ശന്റെ അനുസ്മരണ പരിപാടികൾ കുറെ അങ്ങനെയൊക്കെ അതൊക്കെ പോവാറുണ്ട്. ഈ എന്താ പറയാ സാംസ്കാരികമായിട്ടുള്ള പല പരിപാടികൾക്കും അച്ഛനെ വിളിക്കുമ്പോ അച്ഛൻ അതൊക്കെ പോവും. നന്നായിട്ട് സംസാരിക്കും അച്ഛൻ, നല്ല ഭാഷയാണ് എഴുതുന്നൊക്കെ. പിന്നെ അങ്ങനെ സിനിമയുടെ ഇതിൽ അച്ഛൻ ഒരുപാട് അങ്ങനെ അതാണ് സത്യം. ഇതുപോലെ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവരങ്ങനെ അങ്ങനെ എക്സ്പോസർ ആയിട്ട് വരുന്നില്ല, ആരും പുറകെ പോകാറുമില്ല. പക്ഷെ അവരുടെ കഴിവ് ഇപ്പൊ മുത്തച്ഛൻ തന്നെ ഒരു വലിയൊരു ടാസ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി അത് ചെയ്യാൻ കേപ്പബിൾ ആണെന്നുള്ളത്. അതെ, കേപ്പബിൾ ആണെന്നുള്ളത് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കവിത സംഗീതം നൽകുന്നത് എളുപ്പമല്ല, പാട്ടിന് സംഗീതം നൽകണ പോലെ. കാരണം ആ സ്പോട്ടിൽ കവിത എഴുതിയിട്ട് അവരോട് ചെയ്യാൻ പറയുന്നു. കവിത ചെയ്യുമ്പോ നമുക്ക് ഇപ്പൊ ഒരു സിനിമ പാട്ട് ചെയ്യണ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഒക്കെ നോക്കി എവിടെ ഒരു വരി മുറിക്കുന്നതും എല്ലാം നോക്കി നമ്മൾ ആ ഒരു അതാണ്. ഞാനിപ്പോ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു 4-5 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ അതിൽ ഞാൻ കവർ സോങ്സ് ചെയ്യും, അതല്ലാതെ ഇൻഡിപെൻഡന്റ് സോങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് ചാനൽ. അപ്പൊ അതില് എന്റെ ഇൻഡിപെൻഡന്റ് സോങ്സ് അതിനകത്ത് വന്നിട്ടുള്ള എല്ലാം അച്ഛൻ മ്യൂസിക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ മുത്തശ്ശന്റെ കവിത, മുത്തച്ഛൻ എന്നുള്ളൊരു കവിത മുത്തശ്ശന്റെ ചരമവാർഷികത്തിന് ഒരു 4 വർഷം മുമ്പ് ചെയ്തു. അതിന് ഒരുപാട് നമ്മൾ വിചാരിക്കണേക്കാട്ടിലും റെസ്പോൺസ് വന്നു. അത് ശരിക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം കവിത ശരിക്കും പാട്ടുകളിനെക്കാട്ടിലും കവിത ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കൊരു സംശയമായിരുന്നു, കവിത ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു പാട്ട് ഒരു ഒറിജിനൽ സോങ് ചെയ്യുന്നതിനെക്കാട്ടിലും റീച്ച് വന്നു ആ കവിതയ്ക്ക്. പിന്നെ ഇപ്പൊ പാഥേയം എന്നുള്ള മുത്തശ്ശന്റെ കവിത ഇപ്പൊ മുത്തശ്ശന്റെ ചരമവാർഷികമായിരുന്നു, 10 വർഷമായി, ഫെബ്രുവരി 13-നായിരുന്നു. അപ്പൊ അതിന് പാഥേയം എന്നുള്ള കവിത അച്ഛൻ ഇതേപോലെ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ അതിപ്പോ 2 ആഴ്ചയായി റിലീസ് ചെയ്തു. അതിനും ഒരുപാട് നല്ല റെസ്പോൺസ്. കവിത ആസ്വദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഒരുപാടുണ്ട്. ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ തന്നെ ഒരുപാട് എനിക്ക് തന്നെ അറിയുന്ന, നമ്മുടെ ദുബായിലാണെങ്കിലും
ഒരുപാട് ആൾക്കാരെ അങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടും ചോദിക്കാറുണ്ട്, ചേച്ചി ഇനി ഈ കവിത ചെയ്യുമോ, മുത്തശ്ശന്റെ ഈ കവിത ഒന്ന് ചൊല്ലിയിടാമോ, അല്ലെങ്കിൽ ഇനി എപ്പോഴാ അടുത്ത കവിത എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ചാനല്, യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു, എന്തായിരുന്നു പേര്? അപർണ രാജീവ് ONV അപർണ എന്നാണ് രാജീവ് പേര്. ONV. അപർണ സ്ഥിരമായിട്ട് തിരുവനന്തപുരം തന്നെയാണ് താമസിക്കുന്നത്, ഇവിടെ തന്നെയാണ്? ഞാൻ ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഒരു 2014 തൊട്ട് ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്. അതിന് മുമ്പും ട്രിവാൻഡ്രം തന്നെയായിരുന്നു. ഞാൻ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2010 കല്യാണം. അപ്പൊ ആ സമയത്ത് സിദ്ധാർത്ഥിന് ഡൽഹിയിലായിരുന്നു ജോലി. അപ്പൊ ഞാനൊരു 2 വർഷം ഡൽഹിയിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിദ്ധാർത്ഥ് മസ്കറ്റിൽ ജോലി ആയിരുന്നു, അത് കഴിഞ്ഞ് അങ്ങോട്ടായി. അപ്പൊ ഞാനൊരു 2 വർഷം മസ്കറ്റിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ കരിയർ എനിക്ക് പാട്ട് മതി എന്ന് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. അതിനു മുമ്പ് പാട്ട് എന്റെ കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ സീരിയസ് അല്ലായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ എന്റെ കരിയറിൽ ഉണ്ട് തുടക്കം. അപ്പോ 2014 സമയത്തൊക്കെയാണ് എനിക്ക് പാട്ട് തന്നെ മതി കരിയർ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ പോയപ്പോഴും എനിക്കൊരു ഗ്യാപ്പ് അങ്ങനെ ആക്ച്വലി ദൈവം സഹായിച്ച് അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇപ്പൊ ഞാൻ അവിടെ നിന്ന് മസ്കറ്റിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ റെക്കോർഡിങ്ങിന് അല്ലെങ്കിൽ പ്രോഗ്രാംസിന് വേണ്ടി ഏകദേശം എല്ലാ മാസവും വന്നുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോ പക്ഷെ എന്റെ ഒരു രീതി, ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ജോലി ചെയ്യാം, അതിന്റെ കൂടെ പാട്ടും കൂടി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു അങ്ങനെയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ പിന്നെ അത് മനസ്സിലായി അത് പറ്റില്ല, അത് പറ്റില്ല എന്നുള്ള മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ അത് കരിയർ അങ്ങനെ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയപ്പോ സിദ്ധാർത്ഥ് തന്നെയാണ് പറഞ്ഞത്, എന്നാ നാട്ടിൽ വരണല്ലേ നല്ലത്. അങ്ങനെ ഞങ്ങള് നാട്ടിൽ വന്നു. ഞാനും മോനപ്പൊ ചെറുതാണ്, ഞങ്ങള് നാട്ടിൽ വന്നു. പിന്നെ സിദ്ധാർത്ഥ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ഇപ്പൊ ഫുൾ ആക്റ്റീവ് ആണ്, ഇവിടെ തന്നെയാണ്. ഇനി പുതിയ വരാൻ പോകുന്ന പ്രോജക്ട്സുകൾ ഇപ്പൊ പാടി വെച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്, അച്ചപ്പാസ് ആൽബം എന്ന് പറഞ്ഞിട്ട്. അത് ദീപ്തി ചേച്ചിയുടെ ഫസ്റ്റും ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ്. അതായത് സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ, സംഗീത് ശിവൻ അവരില്ലേ, അതിൽ സഞ്ജീവ് ശിവൻ ചേട്ടന്റെ വൈഫാണ് ദീപ്തി ചേച്ചി. ദീപ്തി ചേച്ചിയുടെ ഫസ്റ്റ് ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ് അത്. അതിന്റെ പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി അതിന്റെ എങ്ങനെ റിലീസിന്റെ ഒക്കെ എനിക്ക് അറിയില്ല, അതെങ്ങനെയാന്നുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണ്, നല്ല പാട്ടാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു ഹിന്ദിയിലൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. ആദ്യമായിട്ട് ഇപ്പൊ മലയാളത്തിൽ ചെയ്തിരിക്കുകയാണ്, ഗുരുരാജ് സിംഗ് എന്ന് പറഞ്ഞിട്ട്. അതെ, ഹിന്ദിയിലൊക്കെ മറാഠിയിലൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ അങ്ങനെ വന്ന് ചെയ്തതാണ്. ഫാമിലി, അമ്മ, അച്ഛൻ, പിന്നെ അച്ഛമ്മ, ഹസ്ബൻഡ് സിദ്ധാർത്ഥ് ഒരു കൺസൾട്ടന്റ് ആയിട്ട് ഒരു UN affiliated ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കുട്ടികൾ 2 പേരുണ്ട്, ഗൗതം, ലയ. മോൻ 8th പഠിക്കുന്നു, മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ടേസ്റ്റ് ഇല്ലാതിരിക്കില്ല. എന്തായാലും കുട്ടികൾക്ക് പാട്ടിനോട് ടേസ്റ്റ് ഉണ്ട്, രണ്ടുപേർക്കും താളബോധവും പിച്ചും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് പാട്ടിലേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിട്ടില്ല. ഇനി അത് വരുമോന്നും എനിക്കറിയില്ല. മോൻ കുഞ്ഞിതായിരുന്നപ്പോ സ്കൂളിൽ പാട്ടിന്റെ പരിപാടികൾക്കൊക്കെ പോവായിരുന്നു, ആക്റ്റീവായിരുന്നു. പിന്നെ ഇപ്പൊ അവൻ ഈ ഒരു ഏജ് അല്ലേ, അപ്പൊ അവൻ കൂടുതൽ ഈ സ്പോർട്സ്, ഫുട്ബോള്, സ്വിമ്മിങ് അങ്ങനെയൊക്കെ ഉള്ളൊരു അതാണ്. പക്ഷെ പാട്ടിനോട് താല്പര്യം ഉണ്ട്, പാട്ട് എപ്പോഴും കേൾക്കും. അവൻ ഹെഡ്ഫോൺ ഒക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചറാണ് ഫ്രീ ഒക്കെ കിട്ടുമ്പോൾ. മോൾക്ക് പാട്ട് താല്പര്യമാണ്. ഇപ്പൊ ഞാനൊരു പരിപാടിക്കൊക്കെ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ അവള് വന്ന് അടുത്തിരുന്ന് കേൾക്കും, എത്ര പാട്ട് അമ്മ പാടുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വരാൻ. പിന്നെ ഡാൻസിനോടാണ് കുറച്ചും കൂടി താല്പര്യം അവൾക്ക്, ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോ ന്യൂജൻസ്, ഇപ്പോ ഇൻക്ലൂഡിങ് എന്റെ മക്കളൊക്കെ കൂടുതലും റാപ്പ് സോങ്സ്, അങ്ങനെയുള്ള സോങ്സ് ഒക്കെ, ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് അങ്ങനത്തെ താല്പര്യം. സെയിം ടൈമിൽ എനിക്ക് തോന്നുന്നു അവര് കൂടുതലും പഴയ സോങ്ങിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പുതിയ ഫീലിംഗ്. എന്താണ് അവരുടെ അഭിപ്രായം? എനിക്കും അത് തോന്നാറുണ്ട്. കാരണം അവര് എല്ലാ ടൈപ്പ് ഓഫ് പാട്ടുകളും കേൾക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ മോനൊക്കെ, എന്റെ മോൻ ഇംഗ്ലീഷ് റാപ്പ് സോങ്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. പക്ഷെ അതല്ലാതെ ഇപ്പൊ ഒരു നല്ല മെലഡിയോ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾപ്പിച്ചാലും അവനത് കേൾക്കും. ഫീൽ സോങ്സ് അവർ കൂടുതൽ കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അതിനോട് അവർക്ക് എക്സ്പോഷർ, എല്ലാ പാട്ടുകൾക്കും അവർക്കിപ്പോ ഒരുപാട് എക്സ്പോഷർ ഉണ്ടല്ലോ. TV ഷോസിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും പഴയ പാട്ടിലാണ്. റിയാലിറ്റി ഷോസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ തന്നെ പഴയ പാട്ടുകൾ എടുത്ത് പഠിച്ചു പാടുന്നൊക്കെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ അതിന്റെ ഫീൽ ഒന്നുകൂടി കൂട്ടുന്നുണ്ടോ? അവർക്ക് ഫീൽ സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതിനോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും തോന്നുന്നു, മിക്കവർക്കും അല്ലേ. അതെ അതെ, അതെ അതെ, അല്ലെങ്കിൽ ഒരു പ്രണയഗാനം.
വിരഹഗാനം അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു അങ്ങനത്തെ ഇമോഷൻസ്. അതായിരിക്കാം എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതൽ ഇമോഷൻസ് ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും കൂടുതൽ നമ്മളെക്കാളും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതോടെ ഫീൽ പാട്ടുകളൊക്കെ നന്നായി കേൾക്കും ചെയ്യും. സെയിം ടൈമിൽ ഒരു റാപ്പ് സോങ്സും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കൂടുതൽ പഴയ സോങ്സ് അവൈലബിൾ ആയിരുന്നില്ല. മെയിനായിട്ട് മലയാളത്തിൽ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ വന്നിട്ടുണ്ട്. അപർണയ്ക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ തവണ കേട്ടതും അതുപോലെ ഇഷ്ടപ്പെട്ടതും ആയ ഒരുപാട് സോങ്സ് ഉണ്ടായിരിക്കും. ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ നമ്മള് ഇപ്പൊ പരിപാടികൾക്കാണെങ്കിലും ഒരുപാട് സ്റ്റേജിൽ പാടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കും. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ഇപ്പത്തെ എന്ന് വെച്ചാൽ ഒരു 80s 90s നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പഴയ ഇപ്പൊ ദേവരാജൻ അപ്പൂപ്പന്റെയും MBS സലിൽ ചൗധരി അങ്ങനെയുള്ള വലിയ വലിയ ആ ഒരു ലെജൻസിന്റെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുപാട് 80s 90s ഒരു ആ സമയത്തൊക്കെ ഇപ്പൊ ജോൺസൺ മാഷും വിദ്യാസാഗർ സാർ ആണെങ്കിലും കുറെ നല്ല മെലഡീസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത്. മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല സോങ്സ് ഉണ്ടായിട്ടുണ്ട്. അതില് നല്ല സോങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല സോങ്സ് ഉണ്ട്. അപർണയ്ക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സോങ്സ് എന്ന് പറയാമോ? കുറേ ഉണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. ഓരോ കാലഘട്ടത്തിലും നമുക്ക് നല്ല നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് ഇപ്പൊ ചോദിക്കുമ്പോ മനസ്സിൽ വന്ന ഒരു 2-3 പാട്ടുകൾ പറയാം. പക്ഷെ ആ ലിസ്റ്റ് ഒരു വലിയൊരു ലിസ്റ്റാണ്. ശരദിന്ദു മലർദീപ നാളം നീട്ടി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, ദേവാങ്കണങ്ങൾ, പിന്നെയും പിന്നെയും, അങ്ങനെ കുറച്ച് പെട്ടെന്ന് വന്ന ഒരു ലിസ്റ്റാണ്. പക്ഷെ അത് വലിയൊരു ലിസ്റ്റാണ്, കുറെ പാട്ടിലുണ്ട്. അങ്ങനെ നമുക്ക് എപ്പോ കേട്ടാലും നമുക്ക് എന്താ പറയാ ഒരു ഫ്രഷ് ആയിട്ട്, അല്ലെങ്കിൽ അതാണ് ശരിക്കും അല്ലേ എവർഗ്രീൻ എന്ന് പറയുന്ന. അതാണ് സ്റ്റേജ് പ്രോഗ്രാംസിൽ ഇപ്പൊ ദേവാങ്കണങ്ങളൊന്നും നമുക്ക് മെയിൽ സോങ് ആയതുകൊണ്ട് അങ്ങനെ സ്റ്റേജിൽ പാടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇഷ്ടമുള്ള പാട്ടിൽ ഞാൻ അങ്ങനെ കവർ ചെയ്ത് സന്തോഷം, എനിക്ക് ഒരു തൃപ്തി, ഒരു സംതൃപ്തി. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള പാട്ടില് കവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സന്തോഷം കിട്ടും. പിന്നെ ശരദിന്ദു ഒക്കെ ഒരുപാട് പാടിയിട്ടുണ്ട് സ്റ്റേജില്. ഞാൻ അച്ഛന്റെ കൂടെ ഒരുപാട് സ്റ്റേജ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അതല്ലെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെയാണ് പാടാം. ശരദിന്ദു മലർദീപനാളം നീട്ടി, സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി, ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനി ഒരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി, സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. മനോഹരമായ ഒരു പാട്ട് തന്നെയായിരുന്നു. അതെ, ശരിക്കും നമുക്കത് അതിന്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും ആ ഒരു പാട്ട് ഒരു ഉണ്ടാക്കുന്ന ഒരു മൂഡും എല്ലാം നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തും. അങ്ങനെ കുറെ പാട്ടിലുണ്ട്. നമുക്ക് എത്ര കേട്ടാലും പിന്നെയും പിന്നെയും അതിലെന്തോ പുതിയതുണ്ടല്ലോ എന്ന് തോന്നുന്ന പാട്ടുകൾ.